शासन सबरीमाला के खजाने की रक्षा न कर पाए वो हमारी आस्था को बचा सकता है क्या? എന്നോട് പറയൂ, ഏതൊരാളുടെ ഭരണത്തിന് കീഴിലാണോ ശബരിമലയുടെ സ്വത്തുക്കൾ സുരക്ഷിതമല്ലാതിരിക്കുന്നത് അവർക്ക് നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കുമോ? जरा जोर से बोलिए भाई, बचा सकते हैं क्या हमारी आस्था को? ഉറക്കെ പറയൂ, നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാൻ അവർക്ക് കഴിയുമോ? सब लोग जोर से बोलिए, हमारी आस्था को बचा सकते हैं क्या? എല്ലാവരും പറയൂ, ഉറക്കെ പറയൂ. केरल की मूल आस्था का संरक्षण अगर कोई कर सकता है तो केवल और केवल भारतीय जनता पार्टी कर सकती है. കേരളത്തിൽ ആർക്കെങ്കിലും വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ. मैं आज मुख्यमंत्री केरल को कहने आया हूं, सबरीमाला के अंदर आपने देवस्थान का जो खजाना चोरी हुआ है वो सिर्फ केरल के लोगों की आस्था का सवाल नहीं है, पूरे देश के लोग बड़ी शंका के साथ आपको देख रहे हैं. എനിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഇന്ന് നിങ്ങൾ ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച സ്വർണമുണ്ടല്ലോ, ശബരിമല ദേവസ്ഥാനത്ത് നടത്തിയ കൊള്ളയുണ്ടല്ലോ, അത് കേരളത്തിലെ വിശ്വാസത്തിന്റെ മലയാളികളുടെ വിശ്വാസ കാര്യം മാത്രമല്ല, മുഴുവൻ രാഷ്ട്രത്തിനും അതിൽ ആശങ്കയുണ്ട്. മുഴുവൻ രാഷ്ട്രത്തിന്റെയും വിശ്വാസത്തെയാണ് നിങ്ങൾ ഹനിച്ചത്. मैंने एफआईआर को देखा है, जिस प्रकार से एफआईआर ड्राफ्ट की गई है उसी में ही दोषियों को बचाने का वायरस डाला हुआ है. ഞാൻ ആ എഫ്ഐആർ കണ്ടതാണ്. ഇവിടെ കേരളത്തിൽ എടുത്തിട്ടിരിക്കുന്ന ആ എഫ്ഐആറിനകത്തു തന്നെ പ്രതികളെ സംരക്ഷിക്കാനുള്ള എല്ലാ വ്യവസ്ഥയുമുണ്ട്. और आपके दो मंत्री ही जनमानस में, जनता की नजर में शंका के घेरे में है. നിങ്ങളുടെ രണ്ടു മന്ത്രിമാർ അവർ ജനമനസ്സുകളിൽ നിന്ന് കുറ്റവാളികളാണ്. आप कैसे न्याय कर सकते हो? അവരെ നിങ്ങൾക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുന്നത്? आप कैसे न्यूट्रल जांच कर सकते हो? അവരോട് നിങ്ങൾക്ക് न्यूट्रल जांच അവരോ എങ്ങനെയാണ് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നിങ്ങൾക്ക് നടത്താൻ സാധിക്കുക? मित्रों, यूडीएफ भी नहीं कर सकता. യുഡിഎഫിനും ഇത് സാധ്യമാകില്ല. क्योंकि उनके भी नेतृत्व के साथ साठ गांठ के पूरा प्रूफ जनता में वायरल हुए हैं.